നമസ്കാരം. ബംഗ്ലാദേശി ഭീകരരുടെ അറസ്റ്റിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഭീകരർ രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടിരുന്നതായി വിവരങ്ങൾ ലഭിച്ചു. ലഷ്കർ ഇ തായ്ബയുടെ സ്ലീപ്പർ സെല്ലുകളാണ് അറസ്റ്റിലായ ഭീകരർ. അറസ്റ്റിലായ 8 ഭീകരരെയും ഷെബീർ അഹമ്മദ് എന്ന ജമ്മു കാശ്മീർ സ്വദേശിയാണ് നിയന്ത്രിച്ചിരുന്നത്. ഇയാൾക്ക് ലഷ്കർ തലവൻ ഹഫീസ് സെയ്ദിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ശേഖരിക്കുവാൻ ഇയാൾ നിർദ്ദേശിച്ചിരുന്നു. അറസ്റ്റിലായ ഭീകരൻ ഉമർ നടത്തിയ വെളിപ്പെടുത്തലിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത്. ഷെബീറിന്റെ ദില്ലി യാത്രകൾ സ്പെഷ്യൽ സെല്ല് പരിശോധിച്ചു വരികയാണ്. ഷെബീർ പലതവണ ഷഹീൻ ബാഗിൽ എത്തിയതായുള്ള വിവരങ്ങളും ലഭിച്ചു. ലഷ്കർ ഇ ത്വായ്ബയുടെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിച്ചിരുന്ന ഇവരുടെ അറസ്റ്റോടെ ഭീകരവാദത്തിന്റെ പുതിയ മുഖമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ശേഖരിക്കുവാൻ ഇവർക്ക് കർശന നിർദ്ദേശം ലഭിച്ചിരുന്നതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഭീകരർക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിനും സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ഷെബീർ നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇയാളുടെ ഡൽഹി യാത്രകളെക്കുറിച്ച് നിലവിൽ സ്പെഷ്യൽ സെല്ല് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഷെബീർ പലതവണ ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ എത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ യാത്രകളുടെ ഉദ്ദേശ്യവും അവിടെ ആരുമായാണ് അയാൾ കൂടിക്കാഴ്ച നടത്തിയത് എന്നും പോലീസ് പരിശോധിച്ച് വരികയാണ്. രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് അന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നു. സ്ലീപ്പർ സെല്ലുകൾ വഴി പ്രാദേശിക സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും സാമ്പത്തിക സ്രോതസ്സുകൾ എവിടെ നിന്നാണെന്നും കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. കൂടുതൽ ഭീകരർക്കായുള്ള തിരച്ചിലും തുടരുകയാണ്. സാധാരണക്കാരായ അതിഥി തൊഴിലാളികൾക്കിടയിൽ ഒളിച്ചു കഴിഞ്ഞാണ് ഇവർ സ്ഫോടന വസ്തുക്കളും ആയുധങ്ങളും ശേഖരിക്കുവാൻ ശ്രമിച്ചത്. പിടിക്കപ്പെടാതിരിക്കാൻ വളരെ രഹസ്യമായ ആശയവിനിമയ സംവിധാനങ്ങളാണ് ഇവർ ഉപയോഗിച്ചു പോന്നിരുന്നത്. ഈ ഭീകര ശൃംഖലയുടെ പ്രധാന കണ്ണി ജമ്മു കാശ്മീർ സ്വദേശിയായ ഷെബീർ അഹമ്മദാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ലഷ്കർ തലവൻ ഹാഫിസ് സെയ്ദുമായി നേരിട്ട് ബന്ധമുള്ള ഷെബീർ പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലുള്ള സ്ലീപ്പർ സെല്ലുകൾക്ക് കൈമാറുന്ന ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. ആയുധങ്ങൾ എവിടെ നിന്ന് ശേഖരിക്കണമെന്നും ആക്രമണങ്ങൾ എപ്പോൾ നടത്തണമെന്നും തീരുമാനിച്ചിരുന്നത് ഇയാളായിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വിദേശത്തു നിന്ന് വൻതോതിൽ പണം എത്തിയതായും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ഹവാല ഇടപാടുകൾ വഴിയാണോ അതോ ഡിജിറ്റൽ മാർഗങ്ങൾ വഴിയാണോ പണം കൈമാറിയതെന്ന് NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. വരും ദിവസങ്ങളിൽ ഷെബീറുമായി ബന്ധമുള്ള കൂടുതൽ ആളുകൾ പിടിയിലാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.